Hello, good morning, my dear students. In the last class, we have discussed about the important elements of acceptance. Okay, we already discussed about the first three elements. ഏതൊക്കെയായിരുന്നത്? Acceptance may be expressed or implied. Acceptance must be absolute or unqualified. And the third one, acceptance must be communicated to the offerer. I feel that you have a clear idea about the three elements. Today, we are going to discuss other important elements of acceptance. Okay, അപ്പോൾ അക്സെപ്റ്റൻസിനകത്ത് നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്. അക്സെപ്റ്റൻസ് എക്സ്പ്രസ് ആകാം, ഇംപ്ലൈഡ് ആകാം, വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ, അല്ലെങ്കിൽ ഓൺ ദ സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ്, ദാറ്റ് ഇസ് ടു ബി ഇംപ്ലൈഡ് വൺ. അത് രണ്ടാമത്തെ അക്സെപ്റ്റൻസ് എന്നുള്ളത് അബ്സല്യൂട്ട് ആയിരിക്കണം. അതിന് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻസ് ഓഫറോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല, അക്സെപ്റ്റൻസ് വാലിഡ് ആയിട്ട് കണക്കാക്കില്ല. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫറെ അറിയിച്ചിരിക്കണം. ഈ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് നമ്മൾ നാലാമത്തെ പഠിക്കുന്നത്. ഇനി നാലാമത്തെ ഏതാണ്? അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഓക്കെ, 8 ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് നാലാമത്തെ ഏതാണ്? അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. എന്താ പറയുന്നത്? ഒരു അക്സെപ്റ്റൻസിന് നമ്മളിപ്പോൾ ഒരു ഓഫർ വെച്ചു. ആ ഓഫർ പിന്നെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിഗ്രി കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഡേറ്റ് പറഞ്ഞേക്കുന്നുണ്ട്, ഇന്ന ഡേറ്റിനുള്ളിൽ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടവർ ആ ഡേറ്റിനുള്ളിൽ അയച്ചിരിക്കണം, അല്ലേ? അതേപോലെ ഒരു കാര്യത്തിന് നമ്മൾ ഓഫർ വന്നു കഴിഞ്ഞാൽ ഓഫർ നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ അക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനനുസരിച്ചിട്ടായിരിക്കണം. സമയമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ റീസണബിൾ ടൈം ആയിരിക്കണം. നമുക്ക് നോക്കാം തന്നെ. ടു ബി എ വാലിഡ് അക്സെപ്റ്റൻസ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ് ബൈ ദ ഓഫറർ. ഓഫർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ, നാളെ വൈകുന്നേരത്തിനകം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നാളെ വൈകുന്നേരത്തിന് അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. ഇഫ് നോ ടൈം ഈസ് സ്പെസിഫൈഡ്, ഒരു പ്രത്യേക സമയം പറയുന്നില്ല എങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. സമയത്തിൻ്റെ കാര്യം കൃത്യമായി പറയുന്നില്ല എങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. റീസണബിൾ ടൈം എന്ന് വെച്ചാൽ എന്താ? ഒരു മാന്യമായ സമയം. റീസണബിൾ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാന്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ. അതാണ് റീസണബിൾ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് എ റീസണബിൾ ടൈം മീൻസ്? ഒരു റീസണബിൾ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസ്. ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് എന്താണ് ഒരു റീസണബിൾ ടൈം എന്ന് പറയുന്നത്. അതായത് ആൻ ഓഫർ കനോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ഇൻഡെഫിനിറ്റ്ലി. നമുക്ക് മറ്റൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫർ ഒരിക്കലും അനിശ്ചിതത്വത്തിൽ, അല്ലെ ഒരു നിശ്ചിത അനിശ്ചിതത്വപരമായിട്ട് കുറേ നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അക്സെപ്റ്റൻസ് മേ ബി മെയ്ഡ് അറ്റ് എനി ടൈം ടിൽ ദ ഓഫർ ഈസ് എലൈവ്. ഓഫർ നിലനിൽക്കുന്ന ആ സമയത്തിലുള്ള അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു കമ്പനിയിലെ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ജനുവരിയിലാണ് കൊടുത്തത്, ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നത് നവംബറിലാണ്. ആ സമയത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുത്ത വ്യക്തി അത് റിജക്റ്റ് ചെയ്തു ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് അറ്റ് ദ ടൈം ജനുവരി ഇറ്റ്സെൽഫ്, ആ ജനുവരി മാസത്തിൽ തന്നെ അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ്, അല്ലേ? പക്ഷേ നവംബറിലാണ് അലോട്ട്മെൻറ്റ് വന്നത്. അത്രയും നാളത്തേക്ക് അത് ഇൻഡെഫിനിറ്റായിട്ട് നീണ്ടുപോയി. അപ്പോൾ ഓഫർക്ക് അത് റിജക്റ്റ് ചെയ്യാം, അല്ലേ? ഓഫർക്ക് അക്സെപ്റ്റൻസ് റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അക്സെപ്റ്റൻസ് നടത്തുമ്പോൾ അക്സെപ്റ്റൻസ് ഓഫറെ അറിയിച്ചിരിക്കുകയും വേണം, അത് ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ അക്സെപ്റ്റൻസ് നടത്തിയിരിക്കുകയും വേണം. ദാറ്റ് മസ്റ്റ് ബി അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ദാറ്റ്സ് എ ഫോർത്ത് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ഓർ യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ്. എന്ന് വെച്ചാൽ എന്താ? ഒരാൾ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നോ ഓഫറെ അറിയിക്കേണ്ടത് എന്താണ്? അയാൾ പറയുന്ന രീതിയിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഒരു ജോലിയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വിളിച്ചു, അല്ലെങ്കിൽ ഒരു അഡ്മിഷനിലേക്ക് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അവിടെ അവർ പറയുന്നത് ഇന്ന ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫീസ് അടച്ച് തരണമെന്നാണ്, അല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മോഡ് ഓഫ് അക്സെപ്റ്റൻസ് ഈസ് റിട്ടേൺ ആപ്ലിക്കേഷൻ ആൻഡ് ഫീ റെമിറ്റൻസ്.
അല്ലേ? അപ്പം ഒരു അക്സെപ്റ്റൻസിന് ഒരു കൃത്യമായ മോഡ് പറഞ്ഞിരിക്കണം. ഏത് മോഡാണോ ആ മോഡിൽ തന്നെ ചെയ്യണം. നേരെ മറിച്ച് അത് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന ദിവസം വൈകുന്നേരത്തിനകം റിട്ടേൺ ആപ്ലിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീയും അടച്ച് അപ്ലൈ ചെയ്തിരിക്കണം പറയുമ്പോൾ നമ്മൾ വാക്കാൽ ചെന്ന് എനിക്ക് ജോലിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അഡ്മിഷന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളക്കടലാസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ടു ബി നോട്ട് ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്. അത് ഓഫറർക്ക് റിജക്റ്റ് ചെയ്യാം, ആ ആക്സെപ്റ്റൻസ് റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഒരു ഓഫർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ താല്പര്യമാണെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നും ഒരു പ്രത്യേക രീതി പറഞ്ഞിട്ടില്ല എങ്കിൽ സാധാരണ എന്ത് രീതിയാണോ നമുക്ക് അവലംബിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പോകാം. ഓക്കെ, ഒരു അഡ്മിഷൻ ആണെങ്കിൽ അതെങ്ങനെയാണ് സാധാരണ അഡ്മിഷന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആ രീതിയിൽ പോകാം. ഇനി ഒരു കാറ് വിൽക്കുന്ന കേസാണെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ ഒരു ഓഫർ ഒരു പ്രത്യേക രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. ക്ലിയർ? അപ്പോൾ സെക്ഷൻ 7(2) പറയുന്നുണ്ട്, if the acceptance is not made according to the mode prescribed or some usual and reasonable mode, the offerer may intimate to the offeree within the reasonable time that the acceptance is not according to the mode prescribed and may insist that the offer must be accepted in the mode prescribed. അപ്പം സെക്ഷൻ 7(2) പറയുന്നുണ്ട്, ഒരു ഓഫർ വയ്ക്കുമ്പം അയാൾക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഒരു പ്രത്യേക മോഡിലല്ല, അയാൾ പറയുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ സാധാരണ അക്സെപ്റ്റൻസ് വരേണ്ട രീതിയിലല്ല എങ്കിൽ ഓഫറർ ആ കാര്യം ഓഫറെ അറിയിച്ചിരിക്കണം. എന്താണ്? ആ ഓഫർ ലാപ്സ് ചെയ്യുന്നതിന് മുമ്പ് അറിയിച്ചിരിക്കണം. എന്നിട്ട് പറയണം ഈ അക്സെപ്റ്റൻസ് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാധാരണ റീസണബിൾ ആയിട്ടുള്ള മോഡ് ഏതാണോ ആ മോഡിൽ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം. If he does not inform the offer, it means that he has accepted acceptance. അവിടെ ഓഫറർക്ക് ഒരു പ്രശ്നമുണ്ട്. ഓഫറർ ഈ കാര്യം കൃത്യമായിട്ട് ഈ മോഡാണെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ അക്സെപ്റ്റർ എന്ത് ചെയ്യുന്നു? ഓഫറി അയാൾക്ക് അറിയാവുന്ന രീതിയിൽ അക്സെപ്റ്റൻസ് കൊടുത്തു. ഓഫർ പ്രത്യേക മോഡൊന്നും പറയുന്നില്ല. അപ്പോൾ ഓഫർ പറയുകയാണ് ആ മോഡല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ മാറ്റി കൊടുക്കണം. ഇനി ഓഫർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, പ്രത്യേക മോഡും പറയുന്നില്ല എങ്കിൽ ഓഫറാണ് അതിൻ്റെ അർത്ഥം. ഓഫർ റെസ്പോൺസിബിൾ ആണ്. ഓഫർ ഇറ്റ് ഈസ് ഇൻസിസ്റ്റഡ് ഇറ്റ് ഈസ് ഡീംഡ് ആസ് ഹീ ഈസ് അക്സെപ്റ്റ് ദ ഓഫർ. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അയാളത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു ഓഫറർ ഒരു പ്രത്യേക മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞിട്ട് ആ മോഡ് തന്നെ നമ്മൾ സ്വീകരിക്കണം. പ്രത്യേക മോഡൊന്നും പറഞ്ഞില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഏത് മോഡാണോ അത് അംഗീകരിക്കണം. ഇനി ഓഫറർ ഒരു പ്രത്യേക മോഡ് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിലല്ല അക്സെപ്റ്റൻസ് വന്നെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഇനി ഓഫറിൻ്റെ പ്രത്യേക മോഡൊന്നും പറയുന്നില്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡിൽ അക്സെപ്റ്റൻസ് കൊടുത്തുവെങ്കിൽ അതെന്താണ് ആ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓഫറെ അറിയിച്ചിരിക്കണം. അറിയിച്ചില്ല എങ്കിൽ അതിനർത്ഥം ഓഫർ ആ മോഡ് അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഓക്കെ, ദാറ്റ്സ് if he does not inform, അറിയിച്ചില്ല എങ്കിൽ that means he is accepting the means that he has accepted the acceptance accept ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? ദിസ് ഈസ് ദ 5th one. ഇനി നെക്സ്റ്റ് വൺ 6th one. അതിന് പ്രത്യേകിച്ച് എക്സാമ്പിളൊന്നും 5th one നമുക്ക് പറയേണ്ട. നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കാതെ റിട്ടേൺ വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ വാക്കാൽ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാലോ അവിടെ അംഗീകരിക്കാൻ പറ്റില്ല. 6th one, the acceptor must be aware of the proposal at the time of the offer. Acceptance must be given after receiving the offer. If the acceptor is not aware of the existence of the offer and conveys his acceptance, no contract comes into being. Okay, അതായത് അക്സെപ്റ്റൻസ് എപ്പോഴും നടത്തേണ്ടത് ഓഫർ അറിഞ്ഞതിന് ശേഷം അക്സെപ്റ്റൻസ് കൊടുക്കാവൂ. ഓഫർ അറിയാതെ വെറുതെ ഒരു അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകില്ല, അല്ലേ? അപ്പോൾ ഓഫർ വെച്ചാൽ മാത്രമേ അക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ അവെയർ ഓഫ് ദ പ്രപ്പോസൽ ദെൻ ഹി ഹാസ് അക്സെപ്റ്റിംഗ് ദാറ്റ് പ്രപ്പോസൽ. അതർവൈസ് ദ അക്സെപ്റ്റർ cannot accept the ഓഫർ. ഓക്കെ, ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഓഫറിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓഫർ നിലവിൽ വന്നാൽ മാത്രമേ അക്സെപ്റ്റർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കാൻ പാടുള്ളൂ. ദിസ് ഈസ് ദ 6th one. നെക്സ്റ്റ് വൺ, acceptance must be given before the offer lapses or before the offer is withdrawn. അക്സെപ്റ്റൻസ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഓഫറിൻ്റെ കാലയളവ് തീരുന്നതിന് മുമ്പ് തന്നെ അക്സെപ്റ്റൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഓഫർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ. ഒരു അഡ്മിഷൻ ഒരു ഡേറ്റ് പറയുന്നു, അതിനു മുമ്പ് നമ്മൾ അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ദാറ്റ് ഈസ് said to be lapses. An acceptance must be made while the offer is in force. If the offer is revoked, then it cannot be accepted. അല്ലേ?
അക്സെപ്റ്റൻസ് നടത്തേണ്ടത് ഓഫർ നിലനിൽക്കുമ്പോൾ തന്നെ അക്സെപ്റ്റ് നടത്തിയിരിക്കണം. ഓഫർ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താണ് അക്സെപ്റ്റൻസ് നടത്താൻ പറ്റില്ല. ഓഫർ ഈസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് കനോട്ട് ബി accepted. Last one, acceptance cannot be implied from silence. Acceptance ഒരിക്കലും സൈലൻസിൽ നിന്ന്, if the offer remains silent no contract. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ അയാളുടെ കാറ് 10,000 രൂപയ്ക്ക് തരാമെന്ന് എന്നോട് പറയുന്നു. ഹി offered to sell his car at the rate of 10,000. അപ്പോൾ എനിക്കത് ആ കാർ ഇഷ്ടപ്പെട്ടു, എനിക്ക് വാങ്ങാൻ തയ്യാറാണ്. ബട്ട് ഐ ആം നോട്ട് മേക്കിംഗ് എനി റിപ്ലൈ ടു ഹിം. സൈലൻറ്റ്. അപ്പോൾ സൈലൻറ്റ് ഒരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കില്ല. എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് രൂപീകരിക്കാനും പറ്റില്ല. അപ്പം അയാൾ എന്ത് ചെയ്തു, ഞാൻ വിൽക്കുന്ന, അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ മറുപടി പറയുന്നില്ല. മറ്റേ ആൾ എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ച് അടുത്ത കൊടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ എന്നോട് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളത് മറിച്ച് കൊടുത്തത്, എന്താണ് എനിക്ക് തരാത്തതെന്ന് ചോദിക്കാൻ പറ്റില്ല. അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ ഓഫർ I should give assent or I am giving acceptance to his offer. That means silent is not said to be accepted. നമ്മൾ ഇതിനെപ്പറ്റി മറുപടി പറഞ്ഞില്ല എന്നുള്ളത് അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആൻസൺ എന്നുള്ള ഒരാൾ പറയുന്നത് has beautifully says that an acceptance is to an offer what a lighted match to a train of gunpowder. ഒരു തീവണ്ടി നിറച്ച് ഗൺ പൗഡർ, വെടിമരുന്നുള്ള തീവണ്ടിയിൽ ഒരു ലൈറ്റഡ് മാച്ച് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓഫറിന് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫർ ഒരു ഗൺ പൗഡർ ആണെങ്കിൽ അക്സെപ്റ്റൻസ് ഒരു ലൈറ്റഡ് മാച്ചാണ്, ഒരു തീപ്പെട്ടിയാണ് അല്ലേ. അപ്പം അവിടെ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവും അല്ലേ. അതേപോലെ ഒരു ഓഫർ, ആ ഓഫറിന് ഒരാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു ബി കോൺട്രാക്ട്. ദാറ്റ് മീൻസ് ആൻ അക്സെപ്റ്റൻസ് ടു ആൻ ഓഫർ ഈസ് എ വാട്ട് എ ലൈറ്റഡ് മാച്ച് ടു എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. ഒരു വെടിമരുന്നിനകത്ത് തീപ്പെട്ടിക്ക് എന്താണോ സ്ഥാനം, അതേപോലെ തന്നെയാണ് ഓഫറിന് അക്സെപ്റ്റൻസ്. ഓഫറിൽ അക്സെപ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു ബി എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ് കൺവേർട്ടഡ് ടു ബി എ കോൺട്രാക്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വാലിഡ് എലമെൻറ്റ് ഓഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 8 പോയിൻറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 8 പോയിൻറ്റ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. 8 പോയിൻറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഏതൊക്കെയാണ് 8 പോയിൻറ്റ്? അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്, മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്തിൻ എ റീസണബിൾ ടൈം according to the mode prescribed, acceptor must be aware of the proposal at the time of the offer, acceptance must be given then before the offer lapses, and it must be that it cannot be implied from silence. Okay, thank you for your patient listening. Thank you all. Okay.